പ്രഭയഴും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തുന്നേ. ഭാവബന്ധമൊടു സത്യരൂപനാം ദേവ നിൻ മഹിമയാർന്ന ഈ വേദിയിൽ പാവന പ്രഭയഴും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേ. ലഹരിക്കെതിരെ ചുമർചിത്രരചന, തെരുവ് നാടകം എന്നിവ സംഘടിപ്പിച്ചു. ടൈം ടേബിൾ കാർഡ്, അധ്യാപക സഹായ പുസ്തകം, നവ ഉണർവ് മാസിക, വീടുകളിൽ ലഹരിക്കെതിരെ സ്റ്റിക്കർ തുടങ്ങിയ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പിന്റെ അവാർഡ് ലഭിച്ചു. ലഹരിക്കെതിരെ നാടകം, ജാഥകൾ. വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മൾ ഒരു തരത്തിലുള്ള മയക്കുമരുന്നിനും അടിപ്പെടില്ല എന്ന ഉറച്ച ബോധമുണ്ടാകലാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യം നിൽക്കുന്നത്. സർക്കാർ വിചാരിച്ചാൽ മാത്രം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അവയുടെ വിവിധ രൂപത്തിലുള്ള വിപണനവും പൂർണ്ണമായും തടയാൻ കഴിയണമെന്നില്ല. അവിടെയാണ് ജനങ്ങളുടെ ശക്തി ഉയരേണ്ടത്. അപ്പോൾ ജനകീയ സമിതികളുടെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം, ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കാര്യങ്ങളിൽ അവിടെയുള്ള PTA, അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ, ഇവരെല്ലാം നല്ല ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഓരോ വിദ്യാലയ പരിസരവും ഇത്തരത്തിലുള്ള ഒന്നിനെയും അടുപ്പിക്കില്ല എന്ന നില എത്താൻ കഴിയും. ഇപ്പോൾ സാമൂഹ്യ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, പിന്നെ സ്ത്രീകളുടെ കൂട്ടായ്മകൾ, കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകൾ, പിന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വിവിധ NGOകൾ, പിന്നെ ക്ലബ്ബുകൾ, വായനശാലകൾ, ഗ്രന്ഥശാലകൾ, സാക്ഷരതാ സമിതികൾ, ഇങ്ങനെ വിവിധ കൂട്ടായ്മകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെല്ലാം അതത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ അവരെല്ലാം ഈ ആപത്തിനെ തടയാൻ വേണ്ടി ജാഗ്രതയോടെ രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. വനിതാ സംഘടനകൾ അതൊരു ഉത്തരവാദിത്വമായി തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വ്യാജമാറ്റ്, ലഹരി വസ്തുക്കൾ വിൽക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ കിട്ടാൻ നമ്മൾ ശ്രമിച്ചാൽ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ആ വിവരം കിട്ടിയാൽ കൂട്ടായി നമുക്ക് ഇടപെടാൻ കഴിയണം. അത് സമ്മതിക്കില്ല എന്ന നില സ്വീകരിക്കണം. സ്വീകരിക്കുന്ന നില വന്നാൽ പിന്നെ തുടരാൻ കഴിയില്ല. അപ്പം നല്ല ജാഗ്രതയോടെയുള്ള ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആവശ്യം. സാമൂഹ്യമായ അതിക്രമങ്ങളുടെ കാരണമാവുന്നത് ഒട്ടുമിക്കതും
ലഹരിയാണ് എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. അപ്പോൾ ആരോഗ്യത്തെ, സമ്പത്തിനെ, സാമൂഹ്യ വ്യവസ്ഥിതിയെ, ഭാവിയുടെ പുരോഗതിയെ, ഇങ്ങനെ സകലതിനെയും തകർക്കുന്ന ഏറ്റവും മാരകമായ ഒരു വ്യാധിയാണ് ലഹരി. ഇത് തടയണമെങ്കിൽ സമൂഹത്തിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ കഴിയൂ. അപ്പം ഇതിനായുള്ള ജനകീയ മുന്നേറ്റം തന്നെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലഹരി മാഫിയകളെ വേരോടെ പിഴുതെറിയാനുള്ള ഒരു കർമ്മ പരിപാടിക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പദ്ധതി തയ്യാറാക്കുകയാണ്. അപ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം ഇത്തരത്തിലൊരു പരിപാടിയാണ് നടപ്പാക്കേണ്ടത്. അത്തരം പരിപാടികളുമായി ഈ വകുപ്പുകൾ മുന്നോട്ട് പോകുമ്പോൾ അതിലിടപെടാനോ അതിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ പ്രവർത്തനത്തെ തടയാനോ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കാം. ലഹരി വിമുക്ത സമൂഹത്തെ വാർത്തെടുക്കാൻ ശ്രമിക്കാം. അവരുടെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗം കൂടിയാണ്. അങ്ങനെ ആ നഴ്സിംഗ് കൗൺസിൽ അംഗം എന്ന പദവി വെച്ചുകൊണ്ട് തന്നെ കർണാടകയിൽ റാഗിങ്ങിന് വിധേയയായ അശ്വതി എന്ന കുട്ടിയെ കാണാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അവർ തയ്യാറായിരുന്നു. ഒരു സന്തോഷകരമായ വാർത്തയുള്ളത്, ആ കുട്ടിയെ പൂർണ്ണമായി ദത്തെടുക്കാനും ഫ്രീയായി JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന നഴ്സിംഗ് സ്കൂളിൽ BSc നഴ്സിംഗ് കോഴ്സ് അവർക്കുണ്ട്. അവിടെ പഠിപ്പിക്കാനും തങ്ങൾ സന്നദ്ധമാണ് എന്നവർ എനിക്ക് എഴുതി നൽകിയിരിക്കുകയാണ്. അവരുടെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണത്. എന്നാലും ഈ നല്ല കാര്യത്തിന് ഒരിക്കൽ കൂടി നന്ദി അവരോട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സന്തോഷകരമായ കാര്യം നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. അതോടൊപ്പം ധാരാളം കുട്ടികളുള്ള ഒരു സദസ്സാണിത്. ആരും അവരുടെ താഴെ പഠിക്കുന്നവരെ റാഗ് ചെയ്യാതിരിക്കാൻ ഈ ലഹരി പോലെ തന്നെ തയ്യാറാകണം എന്ന്. ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്നാൽ ലഹരിയുടെ ഉപയോഗത്തിൽ, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ നിന്ന് സമൂഹത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. നിയമ വഴി നിരോധിച്ചതുകൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മദ്യവർജന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് ഈ മേഖലയിലെ പ്രായോഗികതയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് കേരളത്തെ മദ്യമുക്തമാക്കുന്നതിനും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം വെച്ച് അതിവിപുലമായ ബോധവൽക്കരണമാണ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളെയും ഈ ബോധവൽക്കരണത്തിൽ പങ്കാളികളാക്കുകയാണ്. ഗവൺമെൻറ് നയത്തെ, ഗവൺമെൻറ് ലക്ഷ്യമിടുന്ന സതുദ്ദേശപരമായ നിലപാടിൽ നിന്ന് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തി ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയും എന്നതാണ് ഗവൺമെൻറ് കരുതുന്നത്.
മയക്കുമരുന്നിൻ്റെയും ലഹരി ഉപയോഗത്തിൻ്റെയും പിടിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ അതിവിപുലമായ ബോധവൽക്കരണത്തെ ലക്ഷ്യം വെച്ച് ഒരു പ്രത്യേക അവയർനെസ് മിഷൻ രൂപീകരിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു. എല്ലാ അഭിപ്രായങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ മിഷൻ്റെ പ്രവർത്തനത്തിന് അവസാന രൂപം നൽകുക. മദ്യം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അഡിക്റ്റായി എല്ലാം നശിച്ചു നിൽക്കുന്ന ചിലരുണ്ട്. അത്തരം ആളുകളെയും മോചിപ്പിക്കണം. ഈ ലക്ഷ്യം വെച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഡി അഡിക്ഷൻ സെൻ്ററുകൾ സ്ഥാപിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ച് എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് എക്സൈസ് കമ്മീഷണർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയിട്ടുള്ള ചില നടപടികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്. തുടർന്നുള്ള ദിവസങ്ങളും ഈ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തും. വ്യവസായം നിയമവിധേയമായി തന്നെ നടക്കണം. ഒരു തരത്തിലുമുള്ള നിയമവിരുദ്ധ പ്രവണതകൾ അനുവദിക്കില്ല. മയക്കുമരുന്നിനെ തടയാൻ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. നിയമത്തിൻ്റെ അപര്യാപ്തതയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണിത്. അപ്രകാരമുള്ള പരിശ്രമങ്ങളിലും ഗവൺമെൻറ് ഏർപ്പെടും എന്നീ സന്ദർഭത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് സമൂഹത്തെ നന്മയുടെ പക്ഷത്ത് അണിനിരത്താനുള്ള പരിശ്രമങ്ങളിൽ എല്ലാവരുടെയും സഹകരണം സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരള ഗവൺമെൻറ്റിനുണ്ടാകണം